ആഷിക മധു ബാബു DYSP ആണ്. അദ്ദേഹത്തിനെ പറ്റി ഇന്ന് ഒരുപാട് വലിയ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ SP ആക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ SP ആക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ മുന്നിലേക്ക് വരുന്നത്? രാവിലെ നമ്മൾ സിനിമയിൽ കാണുന്ന ഇടിയൻ പോലീസില്ലേ, മൂന്നാം മുറ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നഖത്തിനടുക്ക് ഈ പച്ചയിറക്കിൽ കയറ്റുന്ന അതുപോലുള്ള ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഓഫീസറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ മധു ബാബുവിന്. അതായത് ഇദ്ദേഹം SI ആയിരുന്ന സമയത്ത് മുതലേ ഈ സ്റ്റേഷനിൽ വരുന്നവരെ അതിക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. നമ്മുടെ ചൊറിയുന്നില്ല അത് വെച്ച് ശരീരത്തിന് ഒരു അടിക്കുക, അതിനുശേഷം വയർലെസ് വെച്ച് സ്റ്റേഷനിൽ വരുന്ന പ്രതിയുടെ ആയാലും അല്ലെങ്കിൽ പരാതി പറയാൻ വരുന്നവരുടെ നെഞ്ചിനെറിയുക, മുഖത്തിനെറിയുക, അസഭ്യം പറയുക, ഇതെല്ലാം ഒരു പോലീസുകാരൻ എന്ത് ചെയ്യരുതെന്ന് അവരുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്തു കൂട്ടുന്ന ഒരു പോലീസ് സേനയിൽ ഒരു സാമൂഹിക വിപത്തെന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം ഈ മധു ബാബുവിനെ. ഈ ഇദ്ദേഹത്തെയാണ് DYSP റാങ്കിൽ നിന്ന് SP റാങ്കിലേക്ക് കൺഫേർഡ് IPS കൊടുത്ത് സ്ഥാനക്കയറ്റം കൊടുക്കാൻ ശ്രമിക്കുന്നത്. കാരണം എന്താ, അദ്ദേഹം ഈ പോലീസ് സേനയിലെ പോലീസ് അസോസിയേഷനിലെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ്. അപ്പോൾ അധികാരത്തിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്ലസ് പോയിന്റ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാവാം ഇപ്പോൾ ഈ വർഷം ആ ഒരു പ്രൊമോഷൻ ലിസ്റ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ പേരും ഉൾപ്പെട്ടത്. അല്ലാതെ ഒരു ചെറിയ തെറ്റിന് പോലും നടപടിയെടുക്കുന്ന കേരള പോലീസിൽ ഇത്രയും തെറ്റുകുറ്റങ്ങൾ ചെയ്തു കൂട്ടിയ ഒരു പോലീസ് ഓഫീസർക്ക് പെട്ടെന്നൊരു പ്രമോഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? ഇതിനകത്ത് എന്തെങ്കിലും പാരിതോഷികങ്ങൾ, ഇപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ചെയ്തു കൊടുത്തതിൻ്റെയുള്ള പാരിതോഷികമാണ് എന്ന് പറയുന്ന ചില വാർത്തകൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെ അടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അടിച്ച് അദ്ദേഹത്തിൻ്റെ മൂക്കിലൂടെ ചോര വിടുന്നൊരു സാഹചര്യത്തിൽ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അതിൽ ഷാഫി പറമ്പിലിനെ അടിച്ച പോലീസുകാരൻ ഒരു ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ഒരു പോലീസുകാരനാണ്, അല്ലെങ്കിൽ ഈ പോലീസുകാരുടെ ക്രിമിനൽ സ്വഭാവത്തിൻ്റെ അളവുണ്ടല്ലോ അതിൽ നിന്നും പുറത്താക്കിയ പോലീസുകാരനാണ് എന്ന് പറയുന്ന കുറേ വാർത്തകളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് CPM അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പുറത്താക്കിയെങ്കിലും പിന്നീട് അവരെ തിരിച്ചെടുക്കുന്നൊരു സാഹചര്യം, സേനയിൽ അധികം ആളില്ലാത്തത് കൊണ്ട് തിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് അവർ തിരിച്ചെടുക്കുന്നത് എന്നുള്ള വാർത്തയും ഉണ്ടായിരുന്നു. അപ്പോൾ ചിലതൊക്കെ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ചില നീക്കുപോക്കുകൾ ചെയ്തു കൊടുക്കുന്ന പോലീസുകാർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്തു കൊടുക്കുന്ന പോലീസുകാർ, സ്വന്തം നില കളഞ്ഞ് അല്ലെങ്കിൽ സ്വന്തം വില കളഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളായിട്ട് നിൽക്കുന്ന പോലീസുകാർ, അങ്ങനെയുള്ള ഒരുപാട് പോലീസുകാരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് സേനയ്ക്ക് തന്നെ വളരെ മോശമാകുന്ന രീതിയിൽ മുൻ DGP ആയിട്ടുള്ള ശ്രീലേഖ IPS അവർ തിരുവനന്തപുരത്ത് പോടാപുല്ലേ പോലീസേ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് സമരം നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. സെൻകുമാർ പോലീസിനെ വെല്ലുവിളിക്കുന്ന, സെൻകുമാർ മുൻ DGP ആണ്, പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ കേരളത്തിലെ പോലീസുകാരെ കേരളത്തിലെ ജനങ്ങൾക്ക് വിലയില്ലാതാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് പോലീസ് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹെൽമെറ്റ് ഇടാത്തവരെ ഇന്ന് 500 പിടിക്കാനും 1000 പിടിക്കാനും നടക്കുന്ന പോലീസുകാർ എന്നുള്ള വിളിപ്പേര് മാത്രമായിട്ട്, അല്ലെങ്കിൽ പോക്കറ്റ് അടിക്കാർ എന്നുള്ള പേരിലേക്ക് പോലീസുകാർ ഒതുങ്ങുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ലഹരി മരുന്ന് അതിപ്രസരം, അപ്പോൾ അതിനു വേണ്ടിയിട്ട് കേരള പോലീസ് എന്തു ചെയ്തു എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത കണക്ക് ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്രോതസ്സുകൾ കണ്ടുകെട്ടി ഈ ചങ്ങലകൾ പൊട്ടിക്കാൻ കേരള പോലീസിന് സുഖമായിട്ട് കഴിയാവുന്നതേ ഉള്ളൂ. അപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിലെ പോലീസുകാർ തന്നെ ഇതിൻ്റെ എല്ലാ അട്ടിപ്പേറവകാശം കൈപ്പിടിയിലാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കടവന്ത്രയിൽ ഒരു വിഷയമുണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ അവിടെ 2 പോലീസുകാരെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്തിനാണ്? പോലീസുകാർ തന്നെ നടത്തുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ, സ്പാ, അവിടെ നടക്കുന്നത് മദ്യപാനവും ലഹരി വിൽപ്പനയും അനാശാസ്യവുമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ കേരളത്തിലെ പോലീസുകാർ തന്നെ ഇതിൻ്റെ എല്ലാം ബ്രാൻഡ് അംബാസിഡറായി മാറുന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് എന്താണ്, കേരള പോലീസിന് ഒരു വിലയുമില്ലാത്ത രീതിയിൽ പോലീസിനെ തിരിച്ചടിക്കാൻ പോകുന്ന രീതിയിലേക്ക്, വഴിയിൽ നിൽക്കുന്നവരെ കണ്ടാൽ അടിച്ചോടിക്കുന്ന പോലീസിലേക്ക്, ഗാനമേളയ്ക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗാനമേളയ്ക്ക് മുന്നേ ജനങ്ങളെല്ലാം അടിച്ചോടിച്ചു വിടുന്ന ഒരു പോലീസുകാർ.
അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ പോലീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന്റെ കാലഘട്ടത്തിൽ ഉത്സവം മുടക്കാൻ വേണ്ടിയിട്ട് ചില പോലീസുകാർ ശ്രമിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. ഉദ്യോഗസ്ഥരാണ് MR അജിത് കുമാർ. അല്ല, അതിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ചില പോലീസുകാർ ചേർന്നിട്ടാണ് ഈ പൂരം കലക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നത് എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. 3 റിപ്പോർട്ടാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ അവസാനത്തെ റിപ്പോർട്ടിൽ പോലീസുകാർക്കെതിരെയായിരുന്നു ആ റിപ്പോർട്ട്. അപ്പോൾ കേരളത്തിലെ പോലീസുകാർ അഴിഞ്ഞാടുന്നൊരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും നല്ല പോലീസുകാരുണ്ട്. ചില പോലീസുകാർ മനോവിഷമം കാരണം ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നു. ഈ പോലീസുകാരുടെ വിഷമം കൂടെ സർക്കാരും ജനങ്ങളും മനസ്സിലാക്കണ്ടേ. ആളില്ല, പോലീസ് സേനയിൽ കൃത്യമായിട്ട് ആളില്ല. PSC വഴി നിയമനങ്ങൾ നടത്തുന്നില്ല. പിൻവാതിൽ നിയമനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ പോലീസിൽ അത്ര കണ്ട് പിൻവാതിൽ നിയമനം നടത്താൻ കഴിയാത്തതുകൊണ്ടെന്നാണ് നിയമനങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാർക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കൂടും, അവരുടെ ഡ്യൂട്ടി കൂടും. അവർക്ക് സ്വന്തം വീട്ടിലെ ഒരു കാര്യത്തിന് പോലും പോകാൻ കഴിയാതെ അതിനുള്ളിൽ തളച്ചിടുന്ന പോലീസുകാരായിട്ട് മാറുമ്പോൾ അവരുടെ മനോവിഷമങ്ങൾ, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു, അവർ വിഭ്രാന്തിയുള്ളവരായി മാറുന്നു. പല പോലീസുകാരും ചിലർ അക്രമകാരികളാകുന്നു. അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ എന്തെങ്കിലും വഴികൾ വേണ്ടേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പോലീസുകാരനൊക്കെ ചെയ്യുന്നത് അവരുടെ ഫ്രസ്ട്രേഷനാണ് തീർക്കുന്നത്. അല്ലെ, ഇത് 1-2 സംഭവമാണെങ്കിൽ ഫ്രസ്ട്രേഷൻ നോക്കാം. ഇത് നിരന്തരമായിട്ട് ചെയ്താൽ ഫ്രസ്ട്രേഷൻ എന്നല്ല പറയുക, അതിന് മറ്റൊരു പേരാണ് പറയുക. കാരണം ഒരു സമയത്ത് പോലീസുകാർക്കെതിരെ നിരന്തരമായിട്ടുള്ള ഒരു പരാതി വന്നിരുന്ന ഒരു സമയം ഓർമ്മയുണ്ടല്ലോ. അതിൽ ഏറ്റവും ആദ്യം വന്ന പരാതി ആരുടെയെന്നറിയോ? ഈ പറയുന്ന DYSPയുടെയാണ്. കാരണം SFI നേതാവിൻ്റെ കാരണം അടിച്ച് പൊട്ടിച്ചു, നെഞ്ചിലും മുതുകത്തും എല്ലാം ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള പരാതി അന്ന് ഉയർന്നു. അതിനുശേഷം അതിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റു പരാതികൾ. അത് ഇയാൾക്കെതിരെ ഏറ്റവും കൂടുതൽ പരാതി വന്നത്. ഇയാൾക്ക് മറ്റു വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നു, ഇതുപോലെ ക്വാറി ഉടമകളുമായിട്ടുള്ള വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നു. അതേസമയം ഇദ്ദേഹം സംസ്ഥാന സീനിയർ പോലീസ് അസോസിയേഷനിലെ സംസ്ഥാന ട്രഷറർ കൂടിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകി. പോലീസിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നത് എങ്ങനെ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ലെറ്റർ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പോലീസുകാർ അഴിഞ്ഞാടുന്നു. ആ അഴിഞ്ഞാട്ടത്തിൽ നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്ത് കൊടുക്കുന്നു. ഈ അസോസിയേഷൻ ഉള്ളതായതുകൊണ്ട് ഇദ്ദേഹത്തെ തൊടാൻ ആരും മുതിരില്ലല്ലോ. അതെ, ഈ അസോസിയേഷനുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും തൊഴിലിൽ നിന്നും പിരിച്ചുവിടുകയാണെങ്കിൽ അതിന് ബാക്കി എല്ലാവരും കൂടെ അസോസിയേഷൻ ചേർന്നിട്ട് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കല്ലോ. ഇപ്പൊ രാഹുൽ പറഞ്ഞു ഇപ്പൊ ഈ ഒരു കുറ്റാരോപിതനായ പോലീസുകാരനെ മാറ്റുമെന്ന്. എങ്ങോട്ടാണ് മാറ്റുന്നത്? വേറെ ഒരു തസ്തികയിലേക്ക് എടുത്ത് മാറ്റും. ലോ ആൻഡ് ഓർഡറിൽ നിന്നാണ് നേരെ ട്രാഫിക്കിലേക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് അങ്ങോട്ടല്ലേ മാറ്റുന്നു. അതായത് അവർക്ക് സ്ഥാനം ഇറക്കമോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു സ്ഥലം മാറ്റം അല്ലെങ്കിൽ വകുപ്പ് തല മാറ്റം അത്രയേ ഉണ്ടാവുള്ളൂ. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴും പല ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ഇപ്പോഴും ബന്ധങ്ങളുള്ള പോലീസുകാർ നിലവിലുണ്ട്. അപ്പോൾ ഇതേപോലുള്ള പോലീസുകാർ വീണ്ടും അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ, പുതിയ അധികാരങ്ങൾ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഊഹിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ.